എംപോക്സ് ലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവാവിന്റെ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. ഇയാൾക്കൊപ്പം യാത്ര ചെയ്തവരെ കണ്ടെത്തിയിട്ടുണ്ട്. എംപോക്സ് സ്ഥിരീകരിച്ചാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കും. അതേസമയം വണ്ടൂരിൽ നിപ ബാധിച്ചു മരിച്ച യുവാവുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയവരുൾപ്പെടെ 16 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, മലപ്പുറത്ത് നിപ ഭീതിക്കൊപ്പം തന്നെ എംപോക്സിന്റെ ആശങ്ക കൂടിയുണ്ട്. എംപോക്സ് ബാധിച്ചയാളുടെ പരിശോധനാ ഫലം എപ്പോൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ദിവ്യ, 38 വയസ്സുള്ള യുവാവിനാണ് എംപോക്സിന്റെ രോഗലക്ഷണങ്ങളോട് കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി ഈ പരിശോധനാ ഫലം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പരിശോധനാ ഫലം വന്നാൽ അത് കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. ഈ യുവാവിനെ ഒപ്പം യാത്ര ചെയ്ത ആളുകൾ ഉൾപ്പെടെ, വിമാനത്തിൽ യാത്ര ചെയ്ത ആളുകളെ ഉൾപ്പെടെ കണ്ടെത്തുകയും ഇവരോട് ഈ താൽക്കാലികമായി നിരീക്ഷണത്തിൽ തുടരാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആർക്കും തന്നെ രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നിപ്പയുമായി ബന്ധപ്പെട്ട ആശങ്ക ഒഴിയുന്നു എന്ന് പറയാം. കാരണം ഈ നിപ ബാധിച്ച് മരിച്ച 24-കാരനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ വീട്ടുകാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നെഗറ്റീവാണ്. ഈ 35 ആളുകളാണ് ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ 16 പേരുടെ പരിശോധനാ ഫലമാണ് നിലവിൽ വന്നിട്ടുള്ളത്. 225 പേരെയാണ് ഇപ്പോൾ ആകെ ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇനി ഇതിൽ ഭൂരിഭാഗം ആളുകളും നേരിട്ട് സമ്പർക്കം പുലർത്തിയ ആളുകളല്ല, മറിച്ച് ഈ ചികിത്സ നടത്തിയ ഡോക്ടർമാർ, നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റ് ഈ രോഗികളെ പരിശോധിച്ചു. ഈ ആളുകളെ ഉൾപ്പെടെയാണ് ഈ സമ്പർക്ക പട്ടികയിൽ ഈ സുരക്ഷയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരുവാലി, വണ്ടൂർ, മമ്പാട് പഞ്ചായത്തുകളിലുള്ള ഈ നിയന്ത്രണം, കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ള നിയന്ത്രണം തുടരുകയാണ്. ഇനി കൂടുതൽ ആളുകൾക്ക് നെഗറ്റീവാണ് എന്ന് സ്ഥിരീകരിക്കുന്നതോടുകൂടി ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ ഇളവ് വരുത്താനാണ് സാധ്യത. നിലവിൽ എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. ദിവ്യ, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അധികൃതരും പറയുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം നിപ്പയിൽ ഹൈറിസ്ക് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള 16 പേരുടെ ഫലം നെഗറ്റീവായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എംപോക്സ് ലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ പരിശോധനാ ഫലം ഇന്ന് വരും. എംപോക്സ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.